തിരയാട്ടം ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ മലയാള സിനിമ ദേശക്കാരൻ. നമുക്കറിയാം, നമ്മളിൽ പലരും ട്രഡീഷണൽ ആർട്ട് ഫോംസ് പറയുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതൽ കമലദളം, കളിയാട്ടം, വാനപ്രസ്ഥം ഇത്തരത്തിലുള്ള സിനിമകളിലൂടെ എങ്ങനെയാണ് ആർട്ട് ഫോംസിലൂടെ കഥ കൺവേ ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേ രീതിയിൽ ദേശക്കാരനിലേക്ക് വരുമ്പോൾ തിറയാട്ടം എന്ന ആർട്ട് ഫോമിലൂടെയാണ് കഥ കൺവേ ചെയ്യുന്നത്. ഇതിൽ അശ്വതി എന്ന മെയിൻ ക്യാരക്ടർ, ഈ അശ്വതി ഒരു PhD സ്റ്റുഡൻ്റ് ആണ്. അശ്വതിയുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വടക്കേ മലബാറിലുള്ള തെച്ചിക്കാട് വില്ലേജ് എന്ന ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നു. അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ദേശക്കാരൻ എന്ന സിനിമയിൽ പറയുന്ന കഥ. ഡോക്ടർ അജയ്കുമാറാണ് ദേശക്കാരൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാനവും അദ്ദേഹം തന്നെയാണ് ഈ സിനിമയിലെ മെയിൽ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഇതിൽ പെരുവണ്ണാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഇത് തിറയാട്ടം എന്ന ആർട്ട് ഫോമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഈ പെരുവണ്ണാനായി കോലം കെട്ടിയിരുന്ന ആളെ ഈ നാട്ടിലെ പല പ്രശ്നങ്ങൾ കാരണം ഇയാളെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു. അവസാനം നാടിന് ഒരു പ്രശ്നം വന്നപ്പോൾ പെരുവണ്ണാനാവാനായിട്ട് ഇതേ ഫാമിലിയിൽ നിന്നുള്ള ഒരാൾ തന്നെ വേണം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മകൻ പെരുവണ്ണാൻ ആകാൻ പോകുന്നതാണ് സിനിമയുടെ കഥ. ഈ തിറയാട്ടം പറയുന്നത് കൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പല നൈറ്റ് വിഷ്വൽസ് ഒക്കെ ഉണ്ട്. അതിൽ കോലം കെട്ടിയിട്ടുള്ളതും കുറേ വിളക്കുകളും ഒക്കെ വരുന്നതായതുകൊണ്ട് തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ദേശക്കാരൻ എന്ന സിനിമയിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈ ഡയറക്ഷൻ കൊണ്ടും സ്റ്റോറി വൈസ് കൊണ്ടും ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് വൈസും എല്ലാം കൊണ്ടും നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് ദേശക്കാരൻ. ഇതിൽ TG രവിയും വളരെ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പാട്ടുകളും ഈ സിനിമയിലുണ്ട്. ഗൗരി ലക്ഷ്മിയുടെയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് സിനിമയിലുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഈ ആർട്ട് ഫോംസിൻ്റെ ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ ആർട്ട് ഫോംസ് പറയുന്ന സിനിമകൾ വളരെ കുറവാണ്. അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ദേശക്കാരൻ എന്ന സിനിമ. ഇതിനോടകം സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. ഇനിയും കാണാത്തവർ തിയേറ്ററിൽ പോയി തന്നെ ദേശക്കാരൻ എൻജോയ് ചെയ്യുക.